ഹലോ ഫ്രണ്ട്സ്. അപ്പോൾ ഇന്ന് എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് ഞാനൊരു മോർണിംഗ് വ്ളോഗാണ് കാണിക്കുന്നത്. എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണെന്നൊക്കെ നമുക്ക് വീഡിയോയിലോട്ട് കയറിയിട്ട് കണ്ടാലോ? ഈ മടിച്ചികൾക്കൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു ബ്രേക്ക്ഫാസ്റ്റായിട്ട് നമുക്ക് കണക്കാക്കുന്നതാണ് പുട്ട്. പിന്നെ അതുപോലെ തന്നെ പെട്ടെന്ന് എളുപ്പം റെഡി ആവുകയും ചെയ്യും. നമുക്ക് അധികം പരിപാടികളൊന്നുമില്ല. ഞങ്ങളൊക്കെ എല്ലാവരുടെയും വീട്ടിലിപ്പോൾ മെയിനായിട്ട് എല്ലാവരുടെയും വീട്ടിൽ പുട്ടായിരിക്കും കൂടുതലും. അതുകൊണ്ട് തന്നെയുള്ള എളുപ്പമായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതുകൊണ്ട് ഇപ്പോൾ ഈ ജോലിക്ക് പോകുന്ന പെണ്ണുങ്ങളൊക്കെ ആണെങ്കിലും ചേച്ചിമാർ അമ്മമാരൊക്കെ ആണെങ്കിലും പെട്ടെന്ന് ഉണ്ടാക്കി അവർ പോകാൻ വേണ്ടി അവരിങ്ങനത്തെ റെസിപ്പീസ് ആയിരിക്കും. അത് തിന്ന് തിന്ന് മടുത്തിരിക്കുന്ന കുറേ പിള്ളേരും ഉണ്ടാവും. അപ്പോൾ അങ്ങനത്തെ കൂട്ടത്തിൽ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അങ്ങനത്തെ ഫുഡ് ഹെയ്റ്റേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ. അതുപോലെ പുട്ടിനോട് ഇഷ്ടമുള്ളവരും ഉണ്ടെങ്കിൽ അവരും കമൻറ്റ് ചെയ്യണേ. ഞാൻ നല്ലതായിട്ട് എനിക്ക് പുട്ട് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എന്തോരം കിട്ടിയാലും പുട്ട് തിന്നും. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. നമ്മുടെ വീഡിയോ ഇഷ്ടമുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇന്നിപ്പോൾ നമ്മൾ പുട്ടുണ്ടാക്കണ വീഡിയോ അല്ല നമ്മൾ എടുക്കുന്നത്. പുട്ടുണ്ടാക്കിയത് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ആദ്യമായിട്ട് അത് കഴിച്ചുകൊണ്ട് അത് എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞ് നമ്മുടെ പുതിയ ഗസ്റ്റായിട്ട് നമുക്ക് കുറച്ച് 5 കോഴികൾ വന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ വീട്ടിലുണ്ടായിരുന്നായിരുന്നു. അപ്പോൾ അതിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. അപ്പോൾ അതിലൊരു ആ കറുത്ത പെടയില്ലേ ആദ്യം കണ്ടത്, ഒറ്റയ്ക്ക് ഇരിക്കുന്ന, അതിനെന്തോ പനിയൊക്കെ പിടിച്ചായിരുന്നു. അപ്പോൾ അത് നമ്മൾ ഇപ്പം ശരിയാക്കി എടുത്തു. ഇപ്പം എല്ലാം സെറ്റായി. ഇപ്പം ഓക്കെ ആയി. പിന്നെ നമ്മൾ ഇന്നെന്താ ഈ കറികളൊക്കെ കാണിക്കുന്നത്. കറികൾ ഇന്നൊരു പൊതിച്ചോറ് ഉണ്ടാക്കുന്നത് കൊടുക്കുക. പാവപ്പെട്ട കുറച്ച് ഒരു അനാഥാലയത്തിലായിട്ട് നമ്മൾ 3 പൊതിച്ചോറ് കൊടുക്കാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പള്ളിയിൽ നിന്നാണ് കൊടുക്കുന്നത്. അസോസിയേഷൻ വകയാണ് ഇന്ന് കൊണ്ടുപോയി കൊടുക്കുന്നത്. അവർ ഇവിടെ വീടുകളിൽ നിന്ന് കളക്ട് ചെയ്യും. നമ്മൾ ഉണ്ടാക്കിയിട്ട് അവർ വീടുകളിൽ നിന്ന് പാക്ക് ചെയ്ത് റെഡിയാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർ കളക്ട് ചെയ്ത് അവർക്ക് കൊണ്ടുപോയി കൊടുക്കും. അപ്പോൾ അതാണ് പരിപാടി. അപ്പോൾ നമ്മൾ ഇന്ന് മിക്ക കറികളും ഇന്നാണ് നമ്മൾ ഉണ്ടാക്കിയത്. കുറേയൊക്കെ നമ്മൾ കുറേയെന്ന് പറയാനില്ല, ഇന്നലെ മോരുകറി ഉണ്ടാക്കി. നമ്മൾ ഇന്നിപ്പോൾ ക്യാബേജ് തോരനും പയർ തോരനും മീൻ വറുത്തതും ഉണ്ടാക്കി. ചമ്മന്തി ഉണ്ടാക്കിയായിരുന്നു. അപ്പോൾ നമ്മളത് പൊതിച്ചോറായിട്ട് എന്നിട്ട് ഇത് ചെയ്ത് കൊടുക്കുകയാണ്. ഞാനും മമ്മിയും ഇച്ചായനും എല്ലാവരും കൂടെ കൂടിയാണ് ഞങ്ങൾ പാക്ക് ചെയ്ത് റെഡിയാക്കി വെച്ചത്. ആൾക്കാർ വന്നിട്ട് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള കാര്യപ്രവർത്തനം നിങ്ങൾ ചെയ്യണം എന്ന് പറയാൻ വേണ്ടിയാണ് ഇത് കാണിക്കുക. അല്ലാതെ ഞങ്ങൾ ചെയ്യുന്നുണ്ട് എന്നുള്ള ഒരു പൊങ്ങച്ചൊന്നും കാണിക്കാൻ വേണ്ടിയില്ല. നിങ്ങൾക്കും ഇതുപോലെ ചെയ്യാൻ കഴിയും. നിങ്ങളും ചെയ്യണം. ഉള്ളതിൽ നിന്ന് ഒരു ഭാഗം നമ്മൾ വെറുതെ സ്പോയിൽ ചെയ്യുന്ന കുറച്ച് ഫുഡ് നമ്മൾ കൊടുത്താൽ മതി. അവർക്ക് അത് ഭയങ്കര ഒരു സ്നേഹം. അവർക്ക് നമുക്ക് വേണ്ടി നമ്മൾ ആരാ എന്താ ഒന്നും അറിയണ്ട. ആ തന്നവർക്ക് വേണ്ടി അറിയാതെ മനസ്സിൽ പ്രാർത്ഥിച്ചാൽ മതി. അതിൻ്റെ അനുഗ്രഹം നമുക്ക് കിട്ടിക്കോളും. അതുകൊണ്ട് എല്ലാവരും ഇതുപോലെയൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം.